ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗിങ് ചാനൽ. അതെ, നമ്മൾ ഇന്ന് തൊട്ടൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങുവാണ്. വേറെ കൊണ്ടല്ല, ചുമ്മാ വീട്ടിൽ നിന്ന് ബോറടിക്കുന്നു. അപ്പം ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് 6:30 അതിരടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പെയ്ഡ് പ്രീമിയർ ഷോ ഉണ്ട് ഗൈസ്. ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. 6 മണിക്കാണ് 6:30ക്കാണ് ഗൈസ് ഷോ. നമ്മുടെ ടൊവിനോ, ബേസിൽ ജോസഫ്, വിനീ ശ്രീനിവാസനൊക്കെ വരുന്ന സിനിമ. അപ്പം പടത്തിന് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ട്രെയിലർ ഇറക്കിയപ്പോൾ അവർ താമസിച്ചു പോയി. ഞാൻ നോക്കിയപ്പം ഇന്നലെ രാത്രി 12 മണിയായി ഞാൻ ട്രെയിലർ കണ്ടപ്പം. കാരണം ഞാൻ നോക്കിയപ്പോൾ 14 മിനിറ്റ് മുമ്പ് കണ്ടു. 12 മണിക്ക് അപ്പം 14 മിനിറ്റ് മുമ്പ് ഞങ്ങളുടെ ട്രെയിലർ അപ്ലോഡ് ചെയ്തു. അതായത് 11:45 കഴിഞ്ഞപ്പോൾ രാത്രി. കമൻ്റൊക്കെ കാണാൻ കോമഡി ആയിരുന്നു. ഇവർ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ട്രെയിലർ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ട്രെയിലർ നൈസായിരുന്നു. ട്രെയിലറിലാണ് ആക്ച്വലി ടൊവിനോയുടെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. ബട്ട് ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടറോ നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ക്യാരക്ടറോ ഒന്നും കണ്ടില്ല ഗൈസ്. അവരെ ഞാൻ ഇതുവരെ ആ ട്രെയിലറിൽ കണ്ടിട്ടില്ല. പടം കാണുമ്പോൾ അറിയാം. ഇന്ന് വൈകിട്ട് 6:30ക്കാണ് ഗൈസ് പടം. അപ്പം അതുവരെ സമയം തള്ളി നീക്കണം. ഇപ്പം തന്നെ 11 മണിയെങ്ങാണ്ടാവാറായി ഗൈസ്. 10:45 എഴുന്നേക്കുമ്പോൾ 10 മണി കഴിയും ഗൈസ്. സോ ഇന്ന് എന്തൊക്കെയാണ് ലൈഫിൽ നടക്കുന്നതെന്ന് നിങ്ങൾ കാണുക. സോ ഇത് നമ്മൾ പുതിയൊരു ചാനലിലായിരിക്കും ഗൈസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റേ ചാനലല്ല, ഇത് നമ്മൾ വ്ളോഗിങ് ചാനലിന് വേണ്ടിയുള്ള ഒരു ചാനലിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നാളെ നമുക്ക് കറുപ്പിനും പോകണം. അതിന് നമ്മളൊരു അനിയനുമായിട്ടായിരിക്കും ഗൈസ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഇന്ന് കഴിക്കാൻ ഉപ്പുമാവും പാലുമാണ് ഗൈസ് രാവിലെ. അപ്പം രാവിലെ അത് കഴിച്ചിട്ട് ബാക്കി വീഡിയോ. 2 hours later. സോ ഗൈസ്, കുറച്ച് പണിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാക്കി വ്ളോഗൊന്നും എടുക്കാത്തത്. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അമ്മ കുറച്ച് പണി പറഞ്ഞു ഗൈസ്. സോ അപ്പം കുറച്ച് തേങ്ങ തിരുമാനും അങ്ങനെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബാക്ക് ടു മൈ റൂമിലേക്ക് വന്നേ ഉള്ളൂ. അപ്പം വൈകിട്ട് സിനിമയ്ക്ക് പോകണം. അതുവരെ ചിലപ്പോൾ ഞാൻ വല്ല ഗെയിമും കളിച്ചിരിക്കും ഗൈസ്. അതൊക്കെ ആയിരിക്കും പരിപാടി. ഇനിയിപ്പം ലാപ്പ് ഓണാക്കണം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകം കാണിക്കണ്ടല്ലേ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. സോ ഇതെനിക്ക് കഴിക്കാനുള്ളത്, അത് മാറിയിരിക്കട്ടെ. സോ ഗൈസ്, നമുക്ക് കുറച്ച് ഗെയിം എല്ലാം കളിച്ചുകൊണ്ടിരിക്കാം വൈകുന്നേരം വരെ അല്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനൊക്കെ പോകും ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം നമുക്ക് കുറേ നാളായി ഗൈസ് ഞാൻ ഇത് ഗെയിം കളിച്ചിട്ട്. അപ്പോൾ അസാസിൻസ് ക്രീഡ് യൂണിറ്റി കളിക്കണം. അപ്പോൾ യൂണിറ്റി കളിച്ചിട്ട് ഞാൻ ബാക്കി പറയാം ഗൈസ്. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ സൂര്യാനൻ്റെ കേരളത്തിൽ വന്ന എന്തുവാ റിലീസിനുള്ള ഇതുണ്ടായിരുന്നല്ലേ പ്രോഗ്രാം. അപ്പം അതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാണ് ഗൈസ്. പാവപ്പെട്ട മനുഷ്യൻ ഗൈസ്, ഭയങ്കര സിമ്പിളാണ് പുള്ളിന്ന്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഓൺലൈൻ മലയാളി ഈവൻസ് എന്ന് പറഞ്ഞൊരു ചാനലെങ്ങാണ്ടാണ് ഞാൻ കാണുന്നത്. എങ്ങാണ്ട് ഇത് കൊടുത്തിരുന്നതാണ് ഓൺലൈൻ മലയാളി ഈവൻസ്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ചുമ്മാ യൂട്യൂബ് എടുത്തതാണ്. നോക്കിയപ്പോൾ കണ്ട വീരപ്പ എക്സ്റ്റെൻഡഡ് എൻ്റെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട് ഗൈസ്. ഇന്നലെ പാട്ട് മാത്രമാണ് സായി ഭയങ്കര ഇറക്കിയത്. നിങ്ങളിത് കേട്ടില്ലെങ്കിൽ കേട്ട് പോകുക ഗൈസ്. കിഡിലെ വൈബ് സാധനമാണ് ഗൈസ്. അപ്പം ഞാൻ ഇതിൻ്റെ ലിറിക്കൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. ബാക്കി ഞാൻ വന്നിട്ട് പറയാം ഗൈസ്. കണ്ട ഓൺലൈൻ മലയാളി ഈവൻസ് കിഡിലായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ക നമ്മളില്ല ഓഡിയോ ലോഞ്ചൊക്കെ കാണത്തില്ലേ, അതുപോലെ കിഡിലായിട്ട് സൂര്യൻ കാണാൻ തന്നെ എന്ത് രസമാണ് ഗൈസ്. ഈ പടത്തിൽ ഈ വീഡിയോയിൽ നോക്കേ ഉള്ളു കിടിലം കാണാൻ. ഓ, വെയിറ്റിംഗ് ആണ് ഗൈസ് കറുപ്പിന്, സത്യം പറഞ്ഞ. 1 eternity later. സോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ബിസി പോയി ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് സിനിമയൊക്കെ കണ്ട് വാഴ 2 ഇരുന്ന് വീണ്ടും വാച്ച് ചെയ്ത് ഗൈസ്. റീവാച്ചായിരുന്നു. അപ്പം അതും കണ്ട് എന്നിട്ട് ഇറങ്ങണം. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 5:30 ആയിട്ടുണ്ട് ഗൈസ്. 5:30ക്കല്ല 6:30ക്കാണ് പടം. അപ്പോൾ ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളു ഗൈസ് അതിരടിയുടെ പെയ്ഡ് പ്രീമിയറിന്. ഞാൻ കാണുന്ന സെക്കൻഡ് പ്രീമിയറാണ് ഗൈസ് ഇത്, സെക്കൻഡ് പ്രീമിയർ. അപ്പോൾ നൈസ് പടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഔട്ട്ഫിറ്റ്. ഒരു പാൻറ്റ്, ഒരു വള്ളി പാൻറ്റാണ് ഗൈസ്. ബാറ്ററി വള്ളി. അപ്പം പോയിട്ട് വരാം ഗൈസ്, വന്നിട്ട് കാണാൻ പറ്റും. സോ ഗൈസ്, ഫുള്ളി റെഡി ആയിട്ടിരിക്കുവാണ് ഗൈസ്. 5:45 ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയും
ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. എന്ന് വെച്ചാൽ 6:30-ക്കല്ലേ ഷോ. എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പയ്യെ പോയി ചെന്നാതിന്ന് വിചാരിച്ച് അത് തന്നെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നുണ്ട്. അപ്പം പയ്യെ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ച് അപ്പം ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയതുള്ളൂ ഗൈസ്. ഷൂ ഒക്കെ ഇട്ട് ഇരിക്കുവാണ്. പടത്തിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30-ക്കാണെന്നാണ് ഗൈസ് പറഞ്ഞത്. ഈ പെയ്ഡ് പ്രീമിയറൊക്കെ ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ കാണും ഗൈസ് തുടക്കം. ഈ പ്രീമിയർ ഷോയ്ക്കെന്ന് വെച്ചാൽ ഞാൻ അന്ന് ദുരന്തറിന് പോയപ്പം ദുരന്തറിൻ്റെ സെക്കൻഡില്ലേ റിവെഞ്ച്, അതിന് പോയപ്പോഴത്തേക്കും ഏകദേശം പടം തുടങ്ങി കറക്റ്റ് ടൈമിൽ തുടങ്ങിയില്ല. പടം തുടങ്ങിയപ്പോൾ ഏകദേശം കുറച്ച് നേരം എടുത്ത്. അപ്പം അതിന് ഇടയ്ക്ക് വെച്ച് സീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യം സബ് ടൈറ്റിലില്ലായിരുന്നു. പടം പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് സബ് ടൈറ്റിൽ ഇട്ടവർ, എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഈ പടം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഏത് പടമാണെന്ന് പറയുമ്പോൾ പുഷ്പയുടെ തുടക്കത്തെ അല്ലു അർജുൻ്റെ ഒരു എൻട്രി സീനായിട്ട് കാണിക്കത്തില്ല, അത് ഞാൻ കണ്ടിട്ട് ഗൈസ്. ഞാൻ തിയേറ്ററിൽ ചെന്ന് കാണുമ്പം പുഷ്പയുടെ തുടക്കം നമ്മളവിടെ പറഞ്ഞ ഗൈസ് പെട്ടെന്ന് നമ്മൾ കയറി വന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് വ്ളോഗ് കട്ട് ചെയ്തത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന പുഷ്പ ആ പടത്തിൻ്റെ തുടക്ക സീൻ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അത് തിയേറ്ററിൽ വെച്ച് ആ തിയേറ്ററിൽ കറക്റ്റ് പുഷ്പയുടെ ഫസ്റ്റ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗൈസ്. ഞാൻ കണ്ടത് ഞാൻ വൈകിട്ടത്തെ ഷോയ്ക്കാണ് പോയത്. പക്ഷേ എങ്കിലും എന്തുവാ പടത്തിൻ്റെ ശ്രീവല്ലി പാട്ടിൻ്റെ ഇടയ്ക്ക് കുറേ കട്ട്, ലിപ്സിങ്ക് വരുന്നില്ല, ഒരുമാതിരി അങ്ങനെ സീൻ ഫോർവേഡ് ഡയലോഗ് ബാക്കിലും അങ്ങനെ ഒരുമാതിരി സീനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അലമ്പായിട്ട് തോന്നി അന്ന്. പക്ഷേ പുഷ്പവാശ് ഓക്കെ ഗൈസ്. ബട്ട് ഇപ്പോൾ നമ്മൾ പറയാൻ പെയ്ഡ് പ്രീമിയർ യെസ് ഗൈസ്. അപ്പം അതിന് പോകണം. അപ്പം ഇപ്പം എന്തായാലും 5:45 ഗൈസ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വേണം പോകാൻ. അപ്പം പോവാം ഗൈസ്. ബൈ ബൈ. അടുത്ത ഇനി തിയേറ്ററിൽ വെച്ച് കാണാം. വന്നിട്ട് ബാക്കിയൊന്നും ഇല്ല കേട്ടാ. ഇന്നത്തെ വ്ളോഗ് ഇത്ര കാണത്തോളൂ. അടുത്ത വ്ളോഗ് നാളെ. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ട്രയൽ വ്ളോഗാണ് ഗൈസ്. അപ്പം റിവ്യൂ ഒക്കെ മറ്റേ ചാനലിലേക്കും ഗൈസ് വരുന്നതാണ്, നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പം ഇത് വ്ളോഗിങ്ങിന് വേണ്ടിയുള്ളതാണ്. സോ ഇറ്റ്സ് എ സ്നീക്ക് പീക്ക്. അപ്പം ബൈ ബൈ ഗൈസ്.